ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ബേസിക്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മലയാളം മോക്ക് ടെസ്റ്റ് ആണ്. 50 ക്വസ്റ്റ്യൻസ് ആണ്. എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഇതുപോലെ നമ്മളിപ്പോൾ 250, 51 മുതൽ 300 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിന് മുന്നേ ഉള്ള വീഡിയോസ് കാണുന്നതിന് വേണ്ടിയിട്ട് ചാനൽ ഇതിനകത്ത് നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതിനും വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. പിന്നെ PSC ബേസിക്സ് എന്ന ടെലഗ്രാം ചാനലുണ്ട്. അവിടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീഡിയോസ് എല്ലാം അവിടെ കറക്റ്റ് അപ്ഡേറ്റ് ചെയ്തിടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇന്നത്തേത് ഇതാണ്. ദ ഡിസ്പ്യൂട്ട് എമംഗ് ദ കൺട്രീസ് ആർ നോട്ട് സോൾവ്ഡ് എന്നതിൻ്റെ ശരിയായ പരിഭാഷ. ദ ഡിസ്പ്യൂട്ട് എമോങ്, ഡിസ്പ്യൂട്ട് എന്ന് വെച്ചാൽ എന്താണ്? ആൻസർ ഡിസ്പ്യൂട്ട് തർക്കമാണ്. സോ ഓപ്ഷൻസ് വായിച്ചു നോക്കുമ്പോൾ തന്നെ കിട്ടും. തർക്കം എന്നുള്ള സെന്റൻസ് നോക്കിയാൽ മതി. അപ്പോൾ രാജ്യങ്ങൾക്കിടയിലുള്ള തർക്കം പരിഹരിച്ചിട്ടില്ല. എന്താണ്? രാജ്യങ്ങൾക്കിടയിലുള്ള തർക്കം പരിഹരിച്ചില്ല എന്നതാണ് ശരിയായ പരിഭാഷ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ രൂപം ഏത്? താഴെ കൊടുത്തിരിക്കുന്നതിൽ അവലംബമാണ് ശരിയായിട്ടുള്ളത്. അപ്പൊ ഇതിൽ ഏത് അവലംബമാണ് ശരിയായിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ സി ആണ്. ഇതാണ് റൈറ്റ് ആൻസർ. സമവായം എന്ന വാക്കിനർത്ഥം എന്ത്? സമവായം എന്ന വാക്കിനർത്ഥം എന്തായിരിക്കും? ആൻസർ ഓപ്ഷൻ എ ആണ്. വേണ്ട തരത്തിലുള്ളത്. സമവായം എന്ന് വെച്ചാൽ എന്താണ്? വേണ്ട തരത്തിലുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ഉത്കൃഷ്ടം എന്ന പദത്തിന്റെ വിപരീതം. ഉത്കൃഷ്ടം എന്ന പദത്തിന്റെ വിപരീതം. ഉത്കൃഷ്ടത്തിൻ്റെത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. അപകൃഷ്ടമാണ്. ഉത്കൃഷ്ടം, അപകൃഷ്ടം. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഒരു ഡൗട്ട് വരും, നികൃഷ്ടം വരത്തില്ലേ എന്നുള്ളത്. പക്ഷേ നികൃഷ്ടം എന്ന് പറയുന്ന ഇതും വിപരീത പദമാണ് ഉത്കൃഷ്ടത്തിന്റെ. പക്ഷേ ഇവിടെ നികൃഷ്ടത്തിന്റെ ഡാ ഇതല്ല, ഈ സാധാരണ ഡായാണ് വരുന്നത്. സോ അത് അക്ഷരത്തെറ്റുണ്ട്. അതുകൊണ്ടാണ് നമ്മളിവിടെ ചൂസ് ചെയ്തത്. ഏത്? ബി ചൂസ് ചെയ്തത്. അപ്പോൾ ഉത്കൃഷ്ടത്തിന്റെ രണ്ട് വിപരീത പദങ്ങളാണ് അപകൃഷ്ടവും നികൃഷ്ടവും. നികൃഷ്ടം എന്ന് എഴുതുന്നത് ഇങ്ങനെയല്ല, എസ് ഡായാണ് എഴുതുന്നത്. തെറ്റായ രൂപമേത്? തെറ്റായ രൂപമേത്? ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ത്വക്ക് രോഗമാണ്. ത്വക്ക് പ്ലസ് രോഗം ത്വക്ക് രോഗമാണ്. അവിടെ ഇരട്ടിക്കും. മഹത് യജ്ഞമാണ്. സമ്പത്ത് രംഗമാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ റെഡി ആയിട്ടുള്ളതാണ്. പക്ഷെ തെറ്റായിട്ടുള്ളത് ത്വക്ക് രോഗമാണ്. അടുത്തത്, ഗെറ്റ് ഔട്ട് ഓഫ് മൈ സൈറ്റ് എന്നതിൻ്റെ ശരിയായ പരിഭാഷ. ഗെറ്റ് ഔട്ട് ഓഫ് മൈ സൈറ്റ് എന്നതിൻ്റെ ശരിയായ പരിഭാഷ ഏതാണ്? ഓപ്ഷൻ ഗെറ്റ് ഔട്ട് ഓഫ് മൈ സൈറ്റ് എന്നാണ്. എൻ്റെ കൺവെട്ടത്ത് നിന്ന് പോകൂ എന്നാണ്. ഓപ്ഷൻ സി ആണ്. എൻ്റെ കൺവെട്ടത്ത് നിന്ന് പോകൂ. അടുത്ത ക്വസ്റ്റ്യൻ, ഹെർ എഫേർട്സ് ഫൈനലി ബോർ ദ ഫ്രൂട്ട്. ഹെർ എഫേർട്സ് ഫൈനലി ബോർ ദ ഫ്രൂട്ട് എന്നതിൻ്റെ ശരിയായ പരിഭാഷ. ഹെർ എഫേർട്സ് എന്താണ്? അവളുടെ പ്രയത്നങ്ങൾ ഒടുവിൽ സഫലമായി എന്നാണ്. സോ 257 സി ആണ്. അവളുടെ പ്രയത്നങ്ങൾ ഒടുവിൽ സഫലമായി. മർക്കടമുഷ്ടി എന്ന ശൈലിയുടെ അർത്ഥം. മർക്കടമുഷ്ടി എന്ന ശൈലി നമ്മൾ പറയാറുണ്ട്, അവനൊരു മർക്കടമുഷ്ടിക്കാരനാണെന്ന് പറയാറുണ്ട്. അപ്പൊ എന്താണ്? പിടിവാശിയാണ്. പിടിവാശിക്കാരനാണ് മർക്കടമുഷ്ടിക്കാരൻ. മയിലിന്റെ പര്യായമല്ലാത്ത പദം ഏത്? കേകി, ശിഖി, കീരം, മയൂരം. അപ്പൊ ഇതിനകത്ത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. കീരമാണ്. കീരം എന്താണ്? കീരം തത്തയാണ്. ഡിലേ ഇൻ ദ സബ്മിഷൻ ഓഫ് ദ കേസ് ഈസ് റിഗ്രറ്റഡ് എന്നതിന്റെ ശരിയായ പരിഭാഷ. ഡിലേ ഇൻ ദ സബ്മിഷൻ ഓഫ് ദ കേസ് ഈസ് റിഗ്രറ്റഡ് എന്നതിന്റെ ശരിയായ പരിഭാഷ ഏതാണ്? ഈ കേസ് സമർപ്പിക്കുവാൻ താമസിച്ചതിൽ എന്താണ്? പശ്ചാത്തപിക്കുന്നു ആണോ ശരിയായിട്ടുള്ളത്? ഈ കാര്യം, കേസല്ല, ഈ കാര്യം സമർപ്പിക്കുവാൻ കാലതാമസം വന്നു പോയതിൽ ഖേദിക്കുന്നു എന്നാണ്. റിഗ്രറ്റർ എന്ന് വെച്ചാൽ എന്താണ്? ഖേദിക്കുന്നു അല്ലെങ്കിൽ ദുഃഖിക്കുന്നു എന്നാണ് ആൻസർ വരുന്നത്. സോ ഓപ്ഷൻ ബി ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സൂതൻ എന്ന പദത്തിന്റെ അർത്ഥം. സൂതൻ എന്ന പദത്തിന്റെ അർത്ഥം എന്ത്? ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. സൂതൻ തേരാളിയാണ്. തേരാളിയാണ് സൂതൻ.
തെറ്റായ ജോഡി ഏത്? തെറ്റായ ജോഡി നമുക്ക് നോക്കാം. മകളുടെ മകൾ ആരാണ്? ദൗഹിത്രിയാണ് മകളുടെ മകൾ. പുത്രന്റെ പുത്രൻ പ്രപൗത്രൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു ഓപ്ഷനിൽ നിന്ന് തന്നെ കിട്ടും. തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ്. പുത്രന്റെ പുത്രൻ ആരാണ്? പൗത്രനാണ്. അമ്മയുടെ അച്ഛൻ മാതാമഹനാണ്. പുത്രൻ ഉള്ളവൾ പുത്രവതിയുമാണ്. അടുത്തത് ഭക്തിയും വിഭക്തിയും എന്ന കവിതാനാമത്തിൽ വിഭക്തിയുടെ അർത്ഥം എന്ത്? ഓക്കെ, ഭക്തിയും വിഭക്തിയും, ഇതിൽ വിഭക്തിയുടെ അർത്ഥം എന്താണ്? ഓപ്ഷൻ എ ആണ്, പാണ്ഡിത്യമാണ്. വിഭക്തി എന്താണ്? പാണ്ഡിത്യം. ഷീ സൂൺ പിക്ഡ് അപ്പ് ഫ്രഞ്ച് എന്നതിന്റെ ശരിയായ പരിഭാഷ എന്ത്? ഷീ സൂൺ പിക്ഡ് അപ്പ് ഫ്രഞ്ച് എന്നതിന്റെ പരിഭാഷ എന്താണ്? അവൾ പെട്ടെന്ന് ഫ്രഞ്ച് പഠിച്ചെടുത്തു. ഓപ്ഷൻ ബി ആണ്, അവൾ പെട്ടെന്ന് ഫ്രഞ്ച് പഠിച്ചെടുത്തു. അടുത്തത് തെറ്റായ രൂപം ഏത്? തപസ് പ്ലസ് ചര്യ, തപശ്ചര്യ. ശിരസ് പ്ലസ് ഛേദം, ശിരച്ഛേദം. മഹത് പ്ലസ് ചരമം, മഹച്ചരമം. മനസ് പ്ലസ് ശുദ്ധി, മനോശുദ്ധി. ഇതിനകത്ത് ഏതാണ് തെറ്റായ രൂപം? ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, മനോശുദ്ധിയല്ല മനഃശുദ്ധിയാണ്. അപ്പോൾ മനസ് പ്ലസ് ശുദ്ധി മനഃശുദ്ധിയാണ്. ഇതാണ് തെറ്റായ രൂപം. അടുത്തത് അക്ഷരം എന്ന പദത്തിന്റെ അർത്ഥം. അക്ഷരം എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? ഓപ്ഷൻ സി ആണ്, നാശമില്ലാത്തതാണ്. അതായത് അക്ഷരത്തിന് വീണ്ടും നമുക്ക് കീറി മുറിക്കാൻ പറ്റത്തില്ല അല്ലേ? അതായത് നമ്മുടെ ഒരു ഭാഷ എടുക്കുകയാണെങ്കിൽ ഭാഷത്തിലെ ഏറ്റവും ചെറുതായിട്ടുള്ളതാണ് അക്ഷരം. സോ അക്ഷരം എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? നാശമില്ലാത്തത് എന്നാണ്. വി ഹാവ് സ്റ്റേറ്റ് ഓഫ് ആർട്ട് കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് എന്നതിന്റെ ശരിയായ പരിഭാഷ എന്താണ്? വി ഹാവ് സ്റ്റേറ്റ് ഓഫ് ആർട്ട് കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് എന്താണ്? ഓപ്ഷൻ, നമുക്ക് ഏറ്റവും ആധുനികമായ കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളുണ്ട്. അപ്പൊ ആൻസർ ഓപ്ഷൻ സി ആണ് പറയേണ്ടത്. നെക്സ്റ്റ്, ഓക്കെ, ഓപ്ഷൻ സി. വിദ്വേഷം ശത്രുത, അങ്ങനെയാണെങ്കിൽ ദ്വേഷം എന്താണ്? വിദ്വേഷം ശത്രുത, അങ്ങനെയാണെങ്കിൽ ദ്വേഷം എന്ത്? ഓപ്ഷൻ എ ആണ്, ശത്രുത തന്നെയാണ് ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ, ഹി ലോസ്റ്റ് ഹിംസെൽഫ് ഇൻ ട്രാൻസ്ലേഷൻ എന്നതിന്റെ ശരിയായ പരിഭാഷ എന്ത്? ഹി ലോസ്റ്റ് ഹിംസെൽഫ് ഇൻ ട്രാൻസ്ലേഷൻ, അയാൾ തർജ്ജമയിൽ മുഴുകി എന്നാണ്. അയാൾ തർജ്ജമയിൽ മുഴുകി. രാജാവ് എന്നർത്ഥമില്ലാത്ത പദം ഏത്? രാജാവ് എന്നർത്ഥമില്ലാത്ത പദം. നൃപൻ, മന്നവൻ, ആത്മജൻ, അരജൻ. ഇതിനകത്ത് അർത്ഥമില്ലാത്ത പദമാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ഏത്? ആത്മജനാണ്. അപ്പൊ ആരാണ് ആത്മജൻ? ആത്മജൻ എന്നാൽ പുത്രനാണ്. ആത്മജൻ എന്നാൽ പുത്രനാണ്. എ ചൈൽഡ് മീൻസ് ഓൾ ദ വേൾഡ് ടു ഇറ്റ്സ് മദർ എന്നതിന്റെ ശരിയായ പരിഭാഷ ഏത്? എ ചൈൽഡ് മീൻസ് ഓൾ ദ വേൾഡ് ടു ഇറ്റ്സ് മദർ. ചൈൽഡ് എന്താണ് വിചാരിക്കുന്നത്? എന്ത് വിചാരിക്കും? കുട്ടിയാണ് വിലപ്പെട്ടതെന്ന്. സോറി, അമ്മയ്ക്ക് തൻ്റെ കുഞ്ഞ് എല്ലാറ്റിലും വിലപ്പെട്ടതാണ്. അമ്മയ്ക്ക് തൻ്റെ കുഞ്ഞ് എല്ലാറ്റിലും എന്താണ്? വിലപ്പെട്ടതാണ്. സോറി, തെറ്റായിട്ടുള്ളതാണ്. എ ചൈൽഡ് മീൻസ് എന്തെന്നാണ്? ഓൾ ദ വേൾഡ് ടു ഇറ്റ്സ് മദർ എന്നാണ്. കുഞ്ഞുങ്ങളുടെ കാര്യമാണ് ഇവിടെ വെർബായിട്ട് പറഞ്ഞിരിക്കുന്നത്. സോ കുഞ്ഞുങ്ങൾക്ക് മാതാവ് ആണ് ലോകം എന്നതാണ് ശരിയായിട്ടുള്ളത്. ഓക്കെ, കുഞ്ഞുങ്ങൾക്ക് മാതാവാണ് ലോകം. വൽമീകം എന്ന വാക്കിനർത്ഥം, വൽമീകം എന്ന വാക്കിനർത്ഥം എന്ത്? ആൻസർ ഓപ്ഷൻ സി ആണ്, ചിതൽപുറ്റാണ്. നമുക്കറിയാം വാൽമീകിയുടെ കഥയൊക്കെ. അപ്പൊ വാൽമീകം എന്നാൽ എന്താണ്? ചിതൽപുറ്റ് എന്നാണ് അർത്ഥം. അണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന ശൈലിയുടെ അർത്ഥം. അണ്ണാറക്കണ്ണനും തന്നാലായത് എന്നാല് എളിയവനെങ്കിലും തന്നെ കൊണ്ടാവും വിധം എന്നാണ്. അതായത് ചെറിയ അണ്ണാൻകുഞ്ഞ്, നമുക്കറിയാം അണ്ണാൻകുഞ്ഞിന് പറ്റുന്നത് എത്രയാണോ അതിനെ കൊണ്ട് പറ്റുന്ന വിധം എന്നുള്ള അർത്ഥം. എളിയവനെങ്കിലും തന്നെ കൊണ്ടാവും പറ്റുന്ന വിധം. തെറ്റായ പദം ഏത്? രുക്മിണി, ചെലവ്, മഠയൻ, അനുഷ്ഠാനം. ഇതിനകത്ത് തെറ്റായിട്ടുള്ളത് ഏതെന്ന് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ സി ആണ്, മഠയനാണ്. അതായത് ഇവിടെ എസ്ഡായാണ് വരാനുള്ളത്. കാള പെറ്റെന്ന് കേൾക്കുമ്പോൾ കയറെടുക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? കാള പെറ്റെന്ന് കേൾക്കുമ്പോൾ കയറെടുക്കുക എന്ന് വെച്ചാൽ എന്താണ്? ഓപ്ഷൻ
ഡി ആണ് വിവേകശൂന്യമായി പെരുമാറുക എന്നാണ്. വിവേകശൂന്യമായി പെരുമാറുക. ഒരു പ്രയോഗം തെറ്റാണ്. അതേതാണ്? അനുഗ്രഹീതൻ. ഇതിനകത്ത് ഏതോ ഒരു വാക്ക് തെറ്റായിട്ടുള്ളതാണ്. ഏതാണ്? അനുഗ്രഹം, അനുഗ്രഹീതൻ, അനുഗ്രഹീതൻ, അനുഗ്രഹിക്കുക. അപ്പൊ ആൻസർ ഓപ്ഷൻ സി ആണ്. അനുഗ്രഹീതനാണ് തെറ്റായിട്ടുള്ളത്. Then I don't get it. What do you mean? എന്നതിൻ്റെ ശരിയായ പരിഭാഷ എന്ത്? I don't get it എന്ന് വെച്ചാൽ എന്താണ്? എനിക്കത് മനസ്സിലായില്ല എന്നാണ് വരുന്നത് അല്ലെ? എനിക്കത് മനസ്സിലായില്ല. നീ എന്താ ഉദ്ദേശിച്ചത്? ദാറ്റ് ഈസ് ഓപ്ഷൻ സി ആണ് ഇവിടെ വരുന്നത്. താഴെ പറയുന്നതിൽ പുനരൗക്യത്തിന്റെ ഉദാഹരണമല്ലാത്തതേത്? പുനരൗക്യത്തിന് പൗനരുക്ത്യത്തിന് ഉദാഹരണമല്ലാത്തത് എന്ത്? അപ്പൊ നമ്മൾ അറിയണം എന്താണ് പൗനരുക്ത്യം എന്നല്ലേ. അതായത് പറഞ്ഞ കാര്യത്തിന് തന്നെ വീണ്ടും പറയുന്നതിനെയാണ് നമ്മൾ പൗനരുക്ത്യം എന്ന് പറയുന്നത്. അതായത് അതിൻ്റെ ആവശ്യമില്ല. ഉദാഹരണം പറയുവാണെങ്കിൽ ഇവിടെ ധൂളിപ്പൊടി. ധൂളി എന്നാൽ അത് പൊടി എന്നാണ് അർത്ഥം. അപ്പൊ പിന്നെ നമ്മൾ ധൂളിപ്പൊടി എന്ന് പറയേണ്ട ആവശ്യമില്ല. അടുത്തത് നടുമദ്യം. നടുക്കാണ്, മദ്യമാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും നടുമദ്യം എന്ന് യൂസ് ചെയ്യാറുണ്ട്. അടുത്തത് അർത്ഥപകുതി. നമുക്കറിയാം പകുതി എന്ന് വെച്ചാലേ പകുതിയാണ്. അർത്ഥം എന്ന് വെച്ചാൽ അർത്ഥ എന്ന് പറയുമ്പോൾ അതും പകുതിയാണ്. അപ്പൊ ഇങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് പൗനരുക്ത്യം എന്ന് പറയുന്നത്. അതായത് പുനരുക്തി, അതായത് ഉപയോഗിച്ചത് തന്നെ വീണ്ടും പറയുന്നതാണ്. ഇങ്ങനെയുള്ള വാക്കുകളെയാണ് പൗനരുക്ത്യം. അപ്പൊ അങ്ങനെ അല്ലാത്തത് ഏത് മാത്രമേ ഉള്ളൂ? ഓപ്ഷൻ സി ആണ്, അജഗജാന്തരം. അജഗജാന്തരം എന്ന് വെച്ചാൽ എന്താണ്? ആനയും ആട്ടുംകുട്ടിയും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ള അർത്ഥമാണ്. സോ അതെന്താണ്? അത് പൗനരുക്ത്യത്തിന് ഉദാഹരണമല്ല, സാധാരണ ഒരു വാക്കാണ്. then അടുത്ത ക്വസ്റ്റ്യൻ, ചീറ്റ് മീ ഇൻ ദ പ്രൈസ് ബട്ട് നോട്ട് ഇൻ ദ ഗുഡ്സ് എന്നതിന്റെ ശരിയായ പരിഭാഷ. ചീറ്റ് മീ ഇൻ ദ പ്രൈസ് ബട്ട് നോട്ട് ഇൻ ദ ഗുഡ്സ് എന്നതിന്റെ ശരിയായ പരിഭാഷ ഏത്? ആൻസർ ഓപ്ഷൻ ഏതാണ്? വിലയുടെ കാര്യത്തില് എന്നെ വഞ്ചിച്ചോളൂ, ചീറ്റ് മീ ഇൻ ദ പ്രൈസ്. പക്ഷേ സാധനത്തിന്റെ കാര്യത്തിൽ പാടില്ല. ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. എന്താണ്? ചീറ്റ് മീ ഇൻ ദ പ്രൈസ് ബട്ട്, വിലയുടെ കാര്യത്തിൽ എന്നെ വഞ്ചിച്ചോളൂ, ബട്ട് നോട്ട് ഇൻ ദ ഗുഡ്സ്, സാധനത്തിന്റെ കാര്യത്തിൽ പാടില്ല. തിരുവുള്ളക്കേട് എന്നാൽ എന്ത്? തിരുവുള്ളക്കേട് എന്നാൽ എന്ത്? എന്താണ്? ഓപ്ഷൻ ബി ആണ്. തിരുവുള്ളവരെന്ന് പറയുമ്പോൾ ആരാണ്? രാജാവാണ്. അപ്പൊ രാജാവിന്റെ കോപമാണ് തിരുവുള്ളക്കേട്. ചക്ഷുശ്രവണം എന്ന വാക്കിനർത്ഥം എന്ത്? ചക്ഷുശ്രവണം നമ്മൾ സ്ഥിരം വായിക്കാറുള്ള ഈസോപ്പ് കഥകളല്ല, നമ്മൾ ഇടയ്ക്ക് വായിക്കാറുണ്ടല്ലോ. നമ്മുടെ എന്താണ് പറയുന്നത്, അതിനകത്ത് പറയുന്നത് കംപ്ലീറ്റ് ഈ ചക്ഷുശ്രവണം അറിയാമെങ്കിൽ നിങ്ങൾക്ക് ആ ബുക്കിന്റെ വാക്കുകൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഒരു ഐതിഹ്യമാല. ഈ ഐതിഹ്യമാല വായിക്കുന്ന സമയത്ത് നിങ്ങൾ ചക്ഷുശ്രവണം ഒത്തിരി കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ എന്താണ് ചക്ഷുശ്രവണം? ചക്ഷുശ്രവണം എന്നാൽ ഓപ്ഷൻ ബി ആണ്, പാമ്പാണ് ചക്ഷുശ്രവണം. തലമുടി എന്ന പദത്തിന് പര്യായമല്ലാത്തതേത്? തലമുടി എന്ന പദത്തിന് പര്യായമല്ലാത്തത് ഏത്? ഓപ്ഷൻ ഡി ആണ്, രജ്ജു ആണ് അല്ലാത്തത്. അപ്പൊ കബരി, ചിഗുരം, കൂന്തലൊക്കെ എന്താണ്? തലമുടിയുടെ പര്യായമാണ്. അപ്പൊ എന്താണ് രജ്ജു? കയറാണ് രജ്ജു, കയറ്. അടുത്തത് ടു ക്യാച്ച് റെഡ് ഹാൻഡഡ് ഇൻ ദ എന്നതിന് സമാനമായ മലയാള പരിഭാഷ. ടു ക്യാച്ച് റെഡ് ഹാൻഡഡ് എന്നതിന് സമാനമായത് ഏതായിരിക്കും? ഓപ്ഷൻ ബി ആണ്. എന്ത്? കയ്യോടെ പിടികൂടുക. എന്താണ്? കയ്യോടെ പിടികൂടുകയാണ് ടു ക്യാച്ച് റെഡ് ഹാൻഡഡ്. താഴെ പറയുന്നവയിൽ അലിംഗ പദത്തിന് ഉദാഹരണം ഏത്? അഥവാ ലിംഗമില്ലാത്തത് ഇതിനകത്ത് ഏതാണ്? ആൻസർ ഏതായിരിക്കും? ലിംഗമില്ലാത്തത് ഇതിലേതിലാണ്? ഓപ്ഷൻ ബി ആണ്, ആളെന്നുള്ളതാണ്. ആള് ആണ് ലിംഗം, അലിംഗ പദത്തിന് ഉദാഹരണം. അവസാനിപ്പിക്കുക എന്ന അർത്ഥത്തിലുള്ള ശൈലി. അവസാനിപ്പിക്കുക എന്ന അർത്ഥത്തിലുള്ള ശൈലി ഏത്? ഓപ്ഷൻ എ ഭരതവാക്യം ചൊല്ലുക. അവസാന വാക്യം ചൊല്ലുക എന്നുള്ള അർത്ഥമാണ് ഏതിനുള്ളത്? ഭരതവാക്യം ചൊല്ലുക എന്നതിന്റെ അർത്ഥം. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്കൃതത്തിൽ നവതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നവം എന്ന് പറയുമ്പോൾ നമുക്കറിയാം എത്രയാണ്? 90 നവതി എന്നുകൊണ്ട് സംസ്കൃതത്തിൽ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സപ്തതി എന്താണെന്ന് പറഞ്ഞു, 70. ഇപ്പൊ പറയുന്നു നവതി എന്നാൽ 90. തെറ്റിച്ചെഴുതിയ വാക്കേത്? പതിവ്രത
വക്രത, പരിവൃത്തനം, നിഘണ്ടു, വിമ്മിട്ടം. കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഏതാണ് ആൻസർ വരുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്. പരിവൃത്തനമല്ല, പരിവർത്തനമാണ്. കണിക്കൊന്ന എന്നർത്ഥമില്ലാത്ത പദം ഏത്? അതായത് കണിക്കൊന്നയുടെ പര്യായമല്ലാത്തത് ഏത്? ഏതാണ് ആൻസർ? അരഗ്വഥം, കർണികാരം, സുവർണകം. ഇവയെല്ലാം കണിക്കൊന്നയുടെ പര്യായ പദങ്ങളാണ്. എന്നാൽ ഓപ്ഷൻ ഡി ആണ് ഇവിടെ തെറ്റായിട്ടുള്ളത്. സൗപർണിക. അപ്പൊ എന്താണ് സൗപർണിക? ദേവി സങ്കല്പമാണ് സൗപർണിക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. സൗപർണിക ദേവി. അടുത്തത് ഫുൾസ് റഷ് ഇൻ റുഷ് അല്ല, റഷ് ഇൻ വെയർ ഏഞ്ചൽസ് ഫിയർ ടു ട്രെഡ് എന്നതിൻ്റെ ശരിയായ പരിഭാഷ എന്തായിരിക്കും? ആൻസർ ഓപ്ഷൻ സി ആണ്. മാലാഖമാരെ ഭയപ്പെടുത്തി ചെകുത്താന്മാർ ഓടിക്കയറുന്നു. ഓടിക്കയറുന്നു എന്നാണ് പറയേണ്ടത്. ഏഞ്ചൽ ഫിയർ ടു ട്രേഡ് എന്നതിൻ്റെ ശരിയായ പരിഭാഷ എന്താണ്? മാലാഖമാരെ ഭയപ്പെടുത്തി ചെകുത്താന്മാർ ഓടിക്കയറുന്നു. മഞ്ഞ് എന്ന വാക്കിൻ്റെ പര്യായ പദമല്ലാത്തതേത്? ഹിമം, സീരം, നീഹാരം, തുഷാരം. ഏതായിരിക്കും? ആൻസർ ഓപ്ഷൻ ബി ആണ്. സീരമാണ് അല്ലാത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇറ്റ് ഈസ് ബെറ്റർ ടു ബി ക്യാരിഡ് ഓഫ് ദാൻ ടു ലീവ് ആസ് എ ഡിഫീറ്റഡ് മാൻ എന്നതിൻ്റെ ശരിയായ പരിഭാഷ. ഇറ്റ് ഈസ് ബെറ്റർ ടു ബി ക്യാരിഡ് ഓഫ് ദാൻ ടു ലീവ് ആസ് എ ഡിഫീറ്റഡ് മാൻ എന്നതിൻ്റെ മീനിങ് എന്തായിരിക്കും? ഡിഫീറ്റഡ് മാൻ എന്ന് വെച്ചാൽ എന്താണ്? പരാജിതനായി ജീവിക്കുന്നതിനേക്കാൾ ഭേദം കൊല്ലപ്പെടുന്നതാണ്. ഇറ്റ് ഈസ് ബെറ്റർ, കൊല്ലപ്പെടുന്നതാണ്. പരാജിതനായി, ഡിഫീറ്റഡ് മാൻ, ജീവിക്കുന്നതിനേക്കാൾ ഭേദം എന്താണ്? കൊല്ലപ്പെടുന്നതാണ് എന്നതാണ് മീനിങ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്നതിൻ്റെ ശരിയായ പരിഭാഷ. ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്നതിൻ്റെ ശരിയായ പരിഭാഷ ഏത്? നോക്കാം. എല്ലാറ്റിലും താല്പര്യക്കുറവ്, സമ്പാദ്യം മന്ത്രിസഭാ തീരുമാനങ്ങൾ, ഓഹരി വിറ്റഴിക്കൽ. ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്നാൽ ഓപ്ഷൻ ഡി ആണ്. ഓഹരി വിറ്റഴിക്കലാണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. ഓഹരി വിറ്റഴിക്കൽ. പതുക്കെ ആവുക എന്നർത്ഥമുള്ള ശൈലി ഏത്? പതുക്കെ ആവുക എന്നർത്ഥമുള്ള ശൈലി ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. താളത്തിലാവുക. പതുക്കെ ആവുക, താളത്തിലാവുക. അടുത്ത ക്വസ്റ്റ്യൻ. കുഴിയിലേക്ക് കാല് നീട്ടുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? കുഴിയിലേക്ക് കാല് നീട്ടുക നാം പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഓപ്ഷൻ എ ആണ്. പ്രായമായി മരിക്കാറാവുക. കുടിക്കാനുള്ള ആഗ്രഹം എന്നർത്ഥം വരുന്ന പദം. കുടിക്കാനുള്ള ആഗ്രഹം എന്താണ്? ഓപ്ഷൻ ഡി ആണ്. പിപാസയാണ്. ശരിയായ രൂപം ഏത്? പാഠകത്തിന്റെ ശരിയായ രൂപം ഏത്? ഏതാണ്? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. മുഖത്ത് കരുതേക്കൂ എന്ന പ്രയോഗത്തിന്റെ അർത്ഥം. മുഖത്ത് കരുതേക്കൂ, എൻ്റെ മുഖത്ത് അവൻ കരിവാരി തേച്ചു എന്ന് വെച്ചാൽ എന്നെ നാണം കെടുത്തി എന്നാണ്. അപ്പൊ നാണക്കേടുണ്ടാക്കുക എന്നാണ്. They decided to put aside their differences എന്നതിൻ്റെ ശരിയായ പരിഭാഷ എന്താണ്? പുട്ട് അസൈഡിന്റെ മീനിങ് അറിഞ്ഞിരിക്കണം അല്ലേ? അപ്പോൾ ആൻസർ എന്ത് വരും? ആൻസർ ഓപ്ഷൻ സി ആണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ മറക്കാൻ അവർ തീരുമാനിച്ചു. അഭിപ്രായ വ്യത്യാസങ്ങൾ മറക്കാൻ അവർ തീരുമാനിച്ചു. They decided to put aside their differences. അപ്പോൾ put aside എന്താണ്? മറക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. തീവണ്ടി എന്ന സമസ്ത പദത്തെ എങ്ങനെ വിഗ്രഹിക്കാം? പലപ്പോഴും PSC ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. തീവണ്ടിയെ എങ്ങനെ നമുക്ക് വിഗ്രഹിക്കാനായിട്ട് കഴിയും? ഓപ്ഷൻ ബി ആണ്. തീയാൽ ഓടുന്ന വണ്ടിയാണ്. തീയാൽ ഓടുന്ന വണ്ടി. ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ 300ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അഥവാ നമ്മുടെ 400 ക്വസ്റ്റ്യൻ പാറ്റേണിലെ 300ാമത്തെ ക്വസ്റ്റ്യൻ. കുളിക്കാതെ ഈറൻ ചുമക്കുക എന്ന ശൈലിയുടെ അർത്ഥം. കുളിക്കാതെ ഈറൻ ചുമക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? ഓപ്ഷൻ സി ആണ്. കുറ്റം ചെയ്യാതെ ആരോപണ വിധേയനാകുക എന്നതാണ് ശൈലിയുടെ മീനിങ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സജഷൻസ് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഇംഗ്ലീഷ് ക്ലാസ്സും പോകുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ക്ലാസ്സുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനൊന്നും മറക്കണ്ട. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.